അങ്ങനെ 4 മണിക്കൂർ ലേവറിന് ശേഷം ഞങ്ങളിതാ ബാങ്കോക്ക് ടു ഹനോയ് അല്ലേ, വിയറ്റ്നാമിലെ ഹനോയ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇതാ പോവാണ്. ഇതാണ് ബാങ്കോക്ക്, ഇതാണ് ഹനോയ്, ഇതാണ് ഹനോയ്, ഇതാ വിയറ്റ്നാമിലെ ഹനോയ്. അങ്ങനെ ഞങ്ങളിതാ ഹനോയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനത്തെ പുറത്തേക്ക് പോകണം. പുറത്ത് ഏജൻസീൻ്റെ ആളുകൾ വന്ന് പിക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളൊരു 10-15 മിനിറ്റോളം പുറത്ത് പോസ്റ്റ് ആയതിന് ശേഷമാണ് ആൾ വന്ന് പിക്ക് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്തു. ഇപ്പോൾ ഏതോ ഒരു ഗൈഡ് വന്നൊരു സ്ഥലം കാണിക്കാമെന്ന് പറഞ്ഞ് പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വിയറ്റ്നാമീസ് ഫുഡ് എസ് കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പോർക്കില്ലേ, അങ്ങനെയുണ്ട്. എസ് കെക്ക് ഇഷ്ടമായില്ല, എനിക്ക് നല്ലോണം ഇഷ്ടമായി കണ്ടോ തിന്നുന്നത്. അങ്ങനെ പുറത്തിറങ്ങിയ സ്ട്രീറ്റിൻ്റെ ഒരു ഭംഗി കണ്ട സമയത്ത് വെറുതെ എടുത്തൊരു വീഡിയോ, അപ്പോൾ അതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. നല്ല രസമല്ലേ, അതാണ്. അങ്ങനെ ഞങ്ങൾ വന്ന് ഇവിടെ ഉള്ളൊരു ടെമ്പിൾ, ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ടെമ്പിളാന്ന് പറഞ്ഞ പേര് ചെറുതായിരുന്നു മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അത് കണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പുറത്തൂടെ. അങ്ങനെ ഇനി വാട്ടർ പപ്പറ്റ് ഷോ എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കാണിക്കാൻ വേണ്ടി ഒരു ഗൈഡ് കൊണ്ടുപോകണം. അതിൻ്റെ ഇടയ്ക്ക് എസ് കെൻ്റെ ഓരോരോ കളികളാണ് ഇവിടുന്ന് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നതാ. അതാണ്, പക്ഷേ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ചെയ്തു. നല്ലതാ. അങ്ങനെ ഇതാണ് വാട്ടർ പപ്പറ്റ് ഷോ. കണ്ടതിന് ശേഷം ബാക്കി പറയാം. ഇതാണ് ഗൈസ് വാട്ടർ പപ്പറ്റ് ഷോ. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ദുരന്തം പിടിച്ച പരിപാടി ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പിൽ പോലും കാണിക്കുന്ന പരിപാടിയൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. വേറെ എന്തോന്നൊക്കെ വിചാരിച്ച് അറിയാണ്ട് കയറിപ്പോയി പെട്ടതാണ് അല്ലേ. അപ്പോൾ ഇനി ബാക്കി നാളത്തെ വീഡിയോ.